இல்லை ஒன்றும் இல்லை அது നിങ്ങൾക്ക് കാണാനുള്ള ഒന്നുമില്ല വേസ്റ്റ് അന്തളவுக்கு നേരം ரொம்ப ബോറിങ് കാരണം എനിക്കറിയില്ല പുള്ളി ആക്ടർ ആണോ എന്ന്. നെഗറ്റീവ്സ് ഇന്റർവെല്ലിന് ശേഷം ഒരാൾ പഴിച്ചിട്ടുണ്ട്, പക്ഷേ ക്ലൈമാക്സ് എല്ലാം അടിപൊളിയായി. എതിർപ്പാർത്ത അളവുക്ക് ഇருக்கு, എതിർപ്പാർത്ത വിட അധികமாக ഇருக்கு. വീപ്സ് മാത്രം കുറച്ച് വീക്കായിട്ട് തോന്നി. ബാക്കി അങ്ങനെ ഫോഴ്സ്ഫുള്ളി അവർ ഒന്നും കുത്തി കയറിയിട്ടില്ല. ഇല്ല, 1000-ലൊരുവൻ നോക്കുന്ന പോലെയാണ്. ഒന്നും പറയില്ല, കൊള്ളില്ല. ഇല്ല ഒന്നുമില്ല അത് നിങ്ങൾക്ക് കാണാനുള്ള ഒന്നുമില്ല. വെറും വരാതെ ஒரு பொலிட்டிக்கல் அவராதா ശരിക്കും ஒரு சிலது புரியுது, பட் இருந்தாலும் அந்தளவுக்கு இது இல்லை. ஸ்டோரி கொஞ்சம் அந்தளவுக்கு இதாகல. அவ்வளோ ஒன் டைம் பார்க்கலாம், அதுக்கு மேலே பார்க்கணும். சுமார் தான், ஆவரேஜ். ஆமாம், பெருசாக ஒன்றும் இல்லை. വേസ്റ്റ് അന്തളவுക്ക് നേരം ரொம்ப ബോറിങ്. പടം അടിപൊളിയാണ്, VFX ഒക്കെ പക്കയാണ്, അടിപൊളി കാണാം. വിക്രം സൂപ്പർ, ഒന്നും പറയാൻ നല്ല ഫിലിമായിരുന്നു. വിക്രമിൻ്റെ ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു നല്ലൊരു ക്ലൈമാക്സ് ആണെങ്കിലും അതിൻ്റെ ഷൂട്ടിംഗ് ആണെങ്കിലും എല്ലാം നല്ല ക്ലീൻ ആണ്. കൊള്ളാം നന്നായിട്ട്, നല്ല പടം. ഇല്ല നെഗറ്റീവായിട്ടൊന്നുമില്ല, കൊള്ളാം, നല്ലതാണ്, അടിപൊളിയാണ്. നെഗറ്റീവ്സ് ഇന്റർവെല്ലിന് ശേഷം ഒരാൾ പഴിച്ചിട്ടുണ്ട്, പക്ഷേ ക്ലൈമാക്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. குழப்பமில்ல கண்டிருக்கேன். எனக்கு ரொம்ப டப்பு கொடுத்துருக்காங்க. ஆராத்தி பரவாயில்ல, சூப்பராக இருக்குது. எதிர்பார்த்த அளவுக்கு இருக்குது, எதிர்பார்த்ததை விட அதிகமாக இருக்குது. പടം കൊള്ളായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ചെറിയ ലാഗുണ്ട്, പക്ഷേ പടം കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. ഇല്ല അങ്ങനെയൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലുണ്ട്. ബ്രില്യൻ്റ് ബ്രോ. വീപ്സ് മാത്രം കുറച്ച് വീക്കായിട്ട് തോന്നി. ബാക്കി നല്ലൊരു നരേഷൻ, നല്ല മൂവിയാണ്. സൂപ്പർ പെർഫോമൻസ്, പാവതി സൂപ്പർ പെർഫോമൻസ്, ആബ്സല്യൂട്ട്ലി മാഗ്നിഫിസൻ്റ് ആയിരുന്നു. ഒരു പാരഞ്ചിത് സിനിമ കുറേ നാൾ കൂടി അതിൻ്റെ പെർഫെക്ഷനിൽ കണ്ടു. ടോപ്പ് നോച്ച് പെർഫോമൻസ് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഇതിൽ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അവർ ഒന്നും കുത്തി കയറിയിട്ടില്ല, ബട്ട് ഡെഫിനറ്റ്ലി പറഞ്ഞു പോകുന്നുണ്ട്. ആസ് ഇൻ എവറി ഫിലിം പാരഞ്ജിത്തിൻ്റെ പെർഫോമൻസ് എല്ലാം കൊണ്ടും ടോപ്പ് നോച്ച് ആയിരുന്നു. എല്ലാവർക്കും വിഷ്വലി ഭയങ്കരമായിട്ട് റിച്ചാണ് പടം. കണക്റ്റ് ആവും എന്നുള്ളത് നമുക്ക് നോക്കാം, ബട്ട് ഹോപ്പിംഗ് ദാറ്റ് വിക്രം ഗെറ്റ്സ് എ ബിഗ് ഹിറ്റ്. അടിപൊളിയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പുള്ളി അഭിനയിച്ചത് നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും വർഷത്തെ എഫർട്ട് കാര്യങ്ങളെല്ലാം പടത്തിൽ തന്നെ കാണാനുണ്ട്. ഇതിനു വേണ്ടി പുള്ളിയുടെ ഭാര്യയില്ല അതെല്ലാം പൂട്ടിപ്പോയി, എന്നിട്ട് ആ ഒരു എഫർട്ട് ആ പടത്തിൽ കാണാനുണ്ട്. ശരിക്കും അടിപൊളി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. പടം കൊള്ളാം, നല്ല രസമുണ്ട്. പെർഫോമൻസ് വേണ്ടി പറയേണ്ടത് വിക്രത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. നല്ല രസമുണ്ട്. പാരഞ്ചിത്ത് മൂവി നല്ലതാണ്, അടിപൊളിയാണ്. വിക്രം ഒരു രക്ഷയില്ല. പിന്നെ പടം ഓവറോൾ അടിപൊളിയാണ്. പിന്നെ ഭയങ്കര ക്രാഫ്റ്റ്, ആർട്ട് വർക്ക് ആയിരുന്നാലും മ്യൂസിക് ആയിരുന്നാലും എല്ലാം അടിപൊളിയാണ്. ക്ലാസ് ഒരു ഫിലിം, സൂപ്പർ പടം നൈസ് പടം. കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. ഇതിപ്പോൾ ഒരു OTT-ലോ അല്ലെങ്കിൽ ഒരു ചെറിയ മൊബൈൽ ഫോണിലോ ഒന്നും എടുത്ത് വെച്ച് ഈ പടം കണ്ടിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസുമാണ് മെയിൻ സംഭവം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എന്ന് വെച്ചാൽ അന്യായ ലെവലിൽ ചെയ്തിട്ടുണ്ട്. തുടങ്ങുന്ന മൊമെൻ്റ് തൊട്ട് അവസാനം വരെയും ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്കോറിങ് നല്ല ക്വാളിറ്റി ഉണ്ട്. അവസാന നിമിഷം വരെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വിക്രം ആൾറെഡി നന്നായിട്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. പുള്ളിയുടെ പീക്ക് ലെവൽ പെർഫോമൻസ് നമ്മൾ അന്യനിലും പിതാമഹനിലൊക്കെ കണ്ടതാണ്. പുള്ളി അന്യായ ലെവലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളി എന്തായാലും ചെയ്യുമെന്ന് നമുക്ക് ആൾറെഡി അറിയാം. പുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നന്നായിരിക്കുന്നത് മാളവിക മോഹൻ്റെ പെർഫോമൻസാണ്. മാളവിക മോഹന് എന്താ പറയുക, പുള്ളിക്കാരിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസുകളൊന്നാണ്. കാരണം പുള്ളിക്കാരിക്ക് ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്. പുള്ളിക്കാരി അത് മാക്സിമം വിക്രത്തിൻ്റെ കൂടെ പിടിച്ച് നിൽക്കാനൊരു ശ്രമവും നടത്തിയിട്ടുണ്ട്. പിന്നെ പാർവതി നന്നായിട്ടുണ്ട്. പാർവതിയേക്കാൾ മാളവികയ്ക്ക് കുറച്ചും കൂടെ പെർഫോം ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെയാണ്. പിന്നെ സ്ക്രീൻ സ്പേസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. പാർവതിയൊക്കെ ത്രൂ ഔട്ടുണ്ട്, വിക്രത്തിൻ്റെ കൂടെയാണ്. പിന്നെ വിക്രത്തിൻ്റെ മകനായിട്ടൊരു പുള്ളി വരുന്നുണ്ട്, ഒരു ടീനേജ് പയ്യനാണെന്ന് തോന്നുന്നു. അധികം പ്രായമൊന്നുമില്ല. പുള്ളി ഒരു ഇരുത്തം വന്ന നടനെ പോലെ ഉണ്ട്. ഒരു 10-15 പടത്തോളമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു നടനെ പോലെ അഭിനയിക്കുന്നുണ്ട്. നല്ല പെർഫോമൻസാണ്. പിന്നെ പശുപതിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹോളിവുഡ് ഒരു നടൻ, ഹോളിവുഡല്ല, ഫോറിനർ ഒരു നടൻ, ഹോളിവുഡ് എന്ന് പറയുന്നില്ല കാരണം എനിക്കറിയില്ല പുള്ളി ആക്ടർ ആണോ എന്ന്. ഒരു ഫോറിനർ പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു പടമാണ്, നമുക്ക് കണ്ടിരിക്കാവുന്നൊരു പടമാണ്.